ഞാനിപ്പോൾ ശ്രീ പി കെ ഗോപൻ സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്നൊരു കാര്യം വളരെ ഇതുണ്ട്. അതായത് പത്മകുമാറും ഇതിൽ പ്രതിയായിട്ടുള്ളപ്പോൾ വാസുവും പറയാൻ ശ്രമിക്കുന്ന ഒരു ഇടക്കാലത്ത് CPMൻ്റെ പല ഹാൻഡിലുകൾ പ്രചരിപ്പിച്ചു. അതിൽ നിന്ന് പിന്മാറി എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് ചെമ്പാണ്, അപ്പോൾ സ്വർണ്ണമോഷണം നടന്നിട്ടില്ല എന്നൊരു, അപ്പോൾ കേസിന് അടിസ്ഥാനം ഇല്ലാതാക്കുന്ന രീതിയിലൊരു വാദം കൊണ്ടുവന്നിരുന്നു. അത് ജാമ്യാപേക്ഷയുടെ ഭാഗമായിട്ട് വാസുവിൻ്റെ അഭിഭാഷകൻ അവിടെ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. കോടതിയെ സംശയം ഉന്നയിച്ചിരുന്നു. പക്ഷേ അതിൽ നിന്ന് മാറി അവിടെ മോഷണം നടത്തണം, അത് 2019 പിന്നോട്ടേക്ക് പോകണം, പ്രയാർ ഗോപാലകൃഷ്ണ കാലം അന്വേഷിക്കണം. അത് നല്ല കാര്യമാണ്. കാര്യം ഇതിൻ്റെ ഈ ആംബിറ്റിൽ പെടുന്ന എല്ലാ ആൾക്കാരും അന്വേഷിക്കണം. കാര്യം അവിടെ നിന്നുള്ള കൊള്ള, അത് പൊതുസ്വത്തിൻ്റെ കൊള്ളയാണ്, ദേവസ്വത്തിൻ്റെയാണെന്ന് പറയുമ്പോൾ ആ കൊള്ള ഏത് കാലഘട്ടത്തിലാണ് അന്വേഷിക്കണം. അങ്ങനെ ആ രീതിയിൽ വ്യാപിപ്പിക്കണം. പിന്നോട്ട് പോകണമെങ്കിൽ പിന്നോട്ട് പോകണം. പക്ഷേ അവിടെ മോഷണം നടന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കുന്നതായി. രണ്ടാമതൊരു കാര്യം, രാജീവ് ചന്ദ്രശേഖർ ഒരു CBI അന്വേഷണത്തിന് വേണ്ടി കോടതി മുമ്പാകെ പോയിട്ടുണ്ട്. കോടതിയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. CBI അന്വേഷണം. ഇതിൻ്റെ അകത്തൊരു പുതിയ നരേറ്റീവ് ശ്രദ്ധിക്കണം. അതിൽ വി ആർ അനൂപ് പറഞ്ഞൊരു കാര്യം, ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എനിക്ക് തോന്നുന്നു. അത് BJPയെ സംബന്ധിച്ചിടത്തോളം ശബരിമല ഒരു വിശ്വാസ പ്രശ്നമാണ് അവർ ഉപയോഗിക്കുകയും ചെയ്യും. അവർക്ക് ഉപയോഗിക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ അതിൻ്റെ ഗുണഫലങ്ങൾ കിട്ടില്ല എന്നുകൊണ്ട് അത് കോൺഗ്രസിലേക്കാണ് പോകുന്നതാണ് BJPയെ സംബന്ധിച്ചിടം അത് വലിയ ഇറങ്ങാൻ പറ്റാത്ത വിഷയം നിൽക്കുന്നത്. സോണിയാഗാന്ധി ഇതിൻ്റെ അകത്ത് വരുമ്പോൾ ഈ നരേറ്റീവ് മാറ്റും. BJP ബന്ധപ്പെട്ടൊരു കാര്യം കൂടി കാണാൻ പറ്റും. ഈ CBI കടന്നു വരാനും CBIയുടെ താല്പര്യം എന്തായിരിക്കും? കേരള സർക്കാരായിരിക്കില്ല സോണിയാഗാന്ധി ടാർഗറ്റ് ചെയ്യാമെന്നായിരിക്കാൻ സാധ്യതയുണ്ട്. CBI രാജേന്ദ്രശേഖറും CBI ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സോണിയാഗാന്ധിയിലേക്ക് കൊണ്ടുവന്ന് ഈ നരേറ്റീവിടെ വേറെ സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്താൽ രണ്ട് ഗുണമുണ്ട്. ഒന്ന്, CBIക്ക് അതിൻ്റെ അകത്ത് ആ നിലയ്ക്ക് ഒരു നീക്കം നടത്താൻ പറ്റും. അത് കോൺഗ്രസിനെയും സോണിയാഗാന്ധിനെയൊക്കെ ആ നിലയ്ക്ക് ഒരു വാർത്താ പിക്ചറിൽ കൊണ്ടുവരാൻ പറ്റും. മാത്രമല്ല കേന്ദ്രത്തിന് സ്വാഭാവികമായിട്ടും അതിനോടൊരു താല്പര്യം കാണും. മറുഭാഗത്ത് ഈ കുറ്റം ചെയ്ത ആൾക്കാർക്ക് വേറെ ഒരു റിലീഫും കൂടി ലഭിക്കാൻ സാധ്യതയുണ്ട്. കാര്യം അന്വേഷണം വഴിമാറപ്പോൾ മുമ്പ് എനിക്ക് NIA ഒരു ഇൻവെസ്റ്റിഗേഷൻ പണ്ട് കൊണ്ടുവന്ന പോലെ CBIയിൽ ക്ഷണിച്ച് വരുത്തിക്കൊണ്ട് CBIയിലേക്ക് കൊണ്ടുവന്ന് ഒരുപക്ഷെ കോടതി നിരീക്ഷണം SITയുടെ അന്വേഷണം എല്ലാവരും ഇവിടുത്തെ രണ്ടുപേരും അംഗീകരിക്കുന്ന, രണ്ട് പാനൽ പ്രതിനിധികൾ അംഗീകരിക്കുന്ന പോലെ വിശ്വാസപൂർവ്വം നടക്കുമ്പോൾ CBI കടന്നു വരാനുള്ളൊരു താല്പര്യം വരുന്നതിന് പിന്നിൽ ഈ കേസ് തന്നെ ഒരുപക്ഷെ നമുക്കറിയാം. CBI കേസുകളൊക്കെ ആ രീതിയിൽ വിജയിച്ചുള്ള കേസുകളൊന്നും പലതും അതൊക്കെ തന്നെ പല CBI പല കേസുകളും മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല നമുക്കറിയാം. കോടതിയിൽ പോലും വാദം ഉന്നയിക്കാൻ കഴിവില്ലാത്ത ആൾക്കാരെ CBI കേസ് ഉണ്ടായിട്ടും. അപ്പോൾ ആ നിലയിൽ ഇതിൻ്റെ അകത്ത് ഈ വേറൊരു ദുരൂഹതയിലേക്കാണോ ഈ സോണിയാഗാന്ധിയെ കടത്തി വരുക എന്നുള്ള കാര്യം ആലോചിക്കണം. ഏതൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയമായിട്ട് വേറൊരു ആഖ്യാനം സൃഷ്ടിക്കുന്ന വഴി BJP കൂടുതൽ സ്പേസ് ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്നുണ്ടോ എന്നൊരു കാര്യം കൂടി ആലോചിക്കേണ്ടി വരും. കാരണം നരേറ്റീവിൻ്റെ പോക്ക് ആ നിലയിലാണ്. കാര്യം സ്വർണ്ണക്കൊള്ള എന്ന വിഷയം രാഷ്ട്രീയമായി വിഷയമാക്കി മാറ്റിക്കൊണ്ട് വരെ തെരഞ്ഞെടുപ്പോഴാകുമ്പോഴേക്കും BJP കുറച്ചും കൂടി സ്പേസ് കിട്ടുന്നതിൽ CBI ഉൾപ്പെടുത്തുന്ന രീതിയിൽ സംഭവത്തിൻ്റെ സ്വഭാവം മാറ്റുന്ന രീതിയിൽ നരേറ്റീവ് മാറുന്നുണ്ടോ എന്ന കാര്യം കുറിച്ച് ആശങ്കപ്പെടേണ്ടതുണ്ട്.